നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 5 ബുധനാഴ്ചയാണ്. ഇന്ത്യൻ വിപണി തുടർച്ചയായ 10ാമത്തെ ദിവസവും നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആഗോള തലത്തിലാണെങ്കിലും താരിഫുമായി ബന്ധപ്പെട്ട ടെൻഷനുകൾ കാരണം ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഇനി നമുക്ക് US മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. US മാർക്കറ്റുകൾ ഒരിക്കൽ കൂടി ഇടിയുകയുണ്ടായി. മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് 25% തീരുവ ചുമത്തുകയും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരട്ടി തീരുവ വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ചൈനയും കാനഡയും US ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിച്ച് തിരിച്ചടിക്കുകയുണ്ടായി. മെക്സിക്കോയുടെ പ്രതികരണം പെട്ടെന്നുണ്ടാകുമെന്ന് പ്രസിഡന്റ് ക്ലൗഡിയ ഷെയ്ൻബൗം അറിയിച്ചു. ഇന്നലെ S&P 500 ബിഗ്ഗസ്റ്റ് ലോസസ് ആയി മാറിയത് ഫിനാൻഷ്യൽസ് തന്നെയായിരുന്നു. കൂടാതെ ഇൻഡസ്ട്രിയൽ സ്റ്റോക്കുകളും ഇടിയുകയുണ്ടായി. ഇന്ന് നമ്മൾ ഫോക്കസിൽ വെക്കേണ്ട മറ്റൊരു സെഗ്മെന്റ് കൂടി പറയാം. ഓട്ടോ സെക്ടറാണ്. ഇന്നലെ ഫോർഡ് അവിടെ 2.9% ഇടിഞ്ഞു. ജനറൽ മോട്ടോഴ്സ് 4.6% ഇടിഞ്ഞു. ഇന്നലെ ഡൗ ജോൺസ് 1.55% ഇടിഞ്ഞത്. S&P 500 1.22%. നാസ്ഡാക്ക് ഒരു സമയത്ത് 2% ഇടിഞ്ഞെങ്കിലും ക്ലോസിംഗിൽ ഒരു തിരിച്ചുവരവ് നടത്തി. 0.35% ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ ഇടിഞ്ഞ് തന്നെയാണ് ക്ലോസ് ചെയ്തത്. പുതിയ താരിഫ് പരിഷ്കാരങ്ങൾ കൂടുതൽ ബാധിച്ചത് നമ്മൾ ഇപ്പോൾ കുറച്ച് മുൻപ് പറഞ്ഞ ഓട്ടോ സ്റ്റോക്കുകളെ തന്നെയായിരുന്നു. ഇന്നലെ അവിടെ ഓട്ടോ സെക്ടർ 5.7% ഇടിവും രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഓട്ടോ സെക്ടർ നമ്മൾ പ്രത്യേകം ഫോക്കസിൽ വെക്കണം എന്ന് ഒന്നുകൂടി പറഞ്ഞത്. ഇനിയിപ്പോൾ വലിയ വൊളറ്റാലിറ്റി ഉള്ളത് ക്രിപ്റ്റോ സെഗ്മെന്റിൽ ബിറ്റ്കോയിനിൽ തന്നെയാണ്. വീണ്ടും $90,000 ടച്ച് ചെയ്തെങ്കിലും പിന്നീട് വീണ്ടും തിരിച്ചിറങ്ങി $86,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഈ ട്രേഡ് ടെൻഷന്റെ ഇടയിൽ നേട്ടമുണ്ടാക്കുന്നത് ഗോൾഡ് പ്രൈസുകളാണ്. സ്പോട്ട് ഗോൾഡ് ഇന്നലെ 0.7% നേട്ടമുണ്ടാക്കി. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഈ മാസത്തെ ഉയർന്ന നിരക്കായ 64,080 രൂപയിലാണ്. ഓയിൽ പ്രൈസിൽ ഏപ്രിൽ മാസത്തിൽ വർധനവ് ഉണ്ടാകും എന്ന് ഒപെക് പറഞ്ഞതോടെ ഓയിൽ പ്രൈസുകൾ വീണ്ടും ഇടിഞ്ഞു. ഓയിൽ പ്രൈസുകൾ ഇത്തരത്തിൽ ഇടിയുന്നത് ഇന്ത്യൻ വിപണിക്ക് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് ഈ ഓയിൽ പ്രൈസുകൾ ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ കമ്പനികളും ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളുള്ള ദിവസമാണ്. ധാരാളം പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളുമുണ്ട്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മൾ ഇവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മൾ ആ ഗ്രൂപ്പിലാണ് നൽകാറുള്ളത്. ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിനെ കുറിച്ച് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്ക് പോകാം. അതിനുശേഷം ഇന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ കൂടി നമ്മൾ പറയുന്നുണ്ട്. അടുത്ത ക്വാർട്ടറിൽ 60,000 കോടി രൂപയുടെ ലോഞ്ചസ് റിയാലിറ്റി സെക്ടറിൽ ഉണ്ടാകും എന്ന വാർത്ത പുറത്തു വരുന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ 24,000 കോടി രൂപയിൽ നിന്ന് 2025 സാമ്പത്തിക വർഷത്തിൽ 60,000 കോടി രൂപയായി ഉയരും എന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. മഹാരാഷ്ട്രയിലും ഡൽഹിയിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അനുമതി വൈകിയതിനാൽ 2025 സാമ്പത്തിക വർഷത്തിൽ ലോഞ്ചുകൾ 35% കുറഞ്ഞു. ഏതൊക്കെ ഡെവലപ്പർമാരാണ് ഇപ്പോൾ ഫോക്കസിലുള്ളത് എന്നുകൂടി ഒന്ന് നോക്കാം. 30,000 കോടി രൂപയുടെ പദ്ധതികളുമായി പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് ആണ് മുന്നിലുള്ളത്. ലോധ 7,000 കോടി രൂപയുടെ ലോഞ്ച് പദ്ധതി ഇടുന്നു. ഏതായാലും വരാനിരിക്കുന്ന Q4 റിസൾട്ട് റിയൽ എസ്റ്റേറ്റ് സെക്ടറിനെ സംബന്ധിച്ച് നല്ല വിൽപ്പനയായിരിക്കും അടയാളപ്പെടുത്തുക എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ നമ്മളിവിടെ പറഞ്ഞ കുറച്ച് കമ്പനികളുടെ പേര് കൂടി ഒന്ന് ഫോക്കസിൽ വെക്കേണ്ടതാണ്. മറ്റൊരു ഫോക്കസിലുള്ള സ്റ്റോക്കിലേക്ക് വരാം. 3 പ്രധാന അന്തർ സംസ്ഥാന ട്രാൻസ്മിഷൻ പദ്ധതികളിൽ പവർ ഗ്രിഡ് വിജയിച്ചു. പവർ ഗ്രിഡിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ONGC ഗ്രീൻ 925 കോടി രൂപയ്ക്ക് PTC എനർജിയെ പൂർണ്ണമായും ഏറ്റെടുത്തു. കരാറിന്റെ ഭാഗമായി ONGC ഗ്രീനിന് ONGCയിൽ നിന്ന് 1.2 ബില്യൺ ഓഹരികൾ ലഭിച്ചു. അടുത്തത് പിരാമൽ എന്റർപ്രൈസ് ആണ്, PEL. പ്രൊമോട്ടർ ഗ്രൂപ്പ് ഷെയർ ഹോൾഡിംഗ് 46.30% നിന്ന് 46.41% വർദ്ധിപ്പിച്ചതായി കമ്പനി അറിയിച്ചു. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത്. മറ്റൊരു കമ്പനി ഫോഴ്സ് മോട്ടോഴ്സ് ആണ്. 2025 ഫെബ്രുവരിയിൽ ചെറുകിട വാണിജ്യ വാഹനങ്ങൾ, ലൈറ്റ് കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ, യൂട്ടിലിറ്റി വാഹനങ്ങൾ, SUV എന്നിവയുടെ ആഭ്യന്തര വിൽപ്പനയിൽ 48.81% വർധനവുണ്ടായതായി ഫോഴ്സ് മോട്ടോഴ്സ് റിപ്പോർട്ട് ചെയ്തു. അടുത്തത് RVNL എന്ന കമ്പനിയാണ്.
HPSCBL നിന്ന് കമ്പനിക്ക് ഒരു സ്വീകാര്യത കത്ത് ലഭിച്ചു. പദ്ധതി ചെലവ് 730 കോടി രൂപയാണ്. അടുത്തത് ബയോകോൺ എന്ന കമ്പനിയാണ്. ബയോകോണിന്റെ അനുബന്ധ സ്ഥാപനമായ ബയോകോൺ ഫാർമ 2 ജനറിക് മരുന്നുകൾക്ക് US FDA നിന്ന് അന്തിമ അനുമതി ലഭിച്ചിരിക്കുന്നു. മറ്റൊരു കമ്പനി കോഫോർജ് ആണ്. നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്ത ട്രാവൽ ടെക്നോളജി കമ്പനിയായ സാബർ കോർപ്പറേഷനുമായി കോഫോർജ് ഒരു കരാറിൽ ഏർപ്പെട്ടു. അടുത്തത് GE വെർണോവ എന്ന കമ്പനിയാണ്. കമ്പനിക്ക് 500 കോടി രൂപയുടെ പുതിയ ഒരു പ്രൊജക്റ്റ് പവർ ഗ്രിഡിൽ നിന്ന് ലഭിച്ചു. മറ്റൊരു കമ്പനി അപ്പോളോ ഹോസ്പിറ്റൽസ് ആണ്. അടുത്ത 3 വർഷത്തിനുള്ളിൽ 250 കോടി രൂപ ചെലവിൽ അനുബന്ധ ഉപകരണങ്ങളോടൊപ്പം ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടിയൻസ് 1 പ്രോട്ടോൺ സിസ്റ്റം ഉൾപ്പെടെ സമഗ്ര ഓൺകോളജി സെന്റർ കമ്മീഷൻ ചെയ്യാൻ കമ്പനി പദ്ധതിയിടുന്നു. അടുത്തത് അംബുജ സിമൻസ് ആണ്. ഓറിയൻ സിമന്റിന്റെ 72.8% ഓഹരികൾ അംബുജ സിമന്റ്സ് ഏറ്റെടുക്കുന്നതിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിരുപാധികം അംഗീകാരം നൽകി. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് മണപ്പുറം ഫിനാൻസ് ആണ്. ഇന്ന് ബോണസ് ഡേറ്റ് ആയിട്ട് വരുന്ന ഒരു കമ്പനി ആനന്ദ് രതി വെൽത്ത്, വാൻറ്റേജ് നോളജ് അക്കാഡമി തുടങ്ങിയവയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലൂടെയാണ് കടന്നുപോയത്. ഇനി ഓപ്ഷൻ ബേസിക് കോഴ്സിലേക്ക് വരാം. വെറും 4 ക്ലാസ്സുകൾ കൊണ്ട് ഓപ്ഷന്റെ ബേസിക്സ് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാൻ കഴിയുന്ന ഒരു അവസരം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഏത് സ്ട്രൈക്ക് എടുക്കണം, എങ്ങനെ നമ്മൾ ഓപ്ഷൻ ചെയിൻ ഡീകോഡ് ചെയ്യണം, ഏതൊക്കെ സ്ട്രൈക്കുകളാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്, ഇത്തരത്തിൽ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ആർക്കെങ്കിലും കൂടുതലായിട്ട് ഓപ്ഷൻ്റെ ബേസിക് കോഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വെറും 1000 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്ക്. 3406 കോടി രൂപയ്ക്കാണ് FIS ഇന്നലെ സെല്ല് ചെയ്ത്. DISന്റെ ബൈയിങ് അവർ നല്ല രീതിയിൽ തന്നെ കൂട്ടി വരുന്നുണ്ട്. ഇന്നലെ 4851 കോടി രൂപയ്ക്കാണ് അവർ ബൈ ചെയ്തത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ട്രംപിൻ്റെ താരിഫ് ടെൻഷനിൽ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.05% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 0.57% നേട്ടത്തിലും ട്രേഡ് ചെയ്യും. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,137 എന്ന നിലയിലാണ്. 9 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 50 മുതൽ 60 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ഏപ്രിൽ ഉൽപാദന വർധനവുമായി മുന്നോട്ട് പോകുന്ന ഒപെക്കിന്റെ പദ്ധതികൾക്ക് ശേഷം എണ്ണവില വീണ്ടും ഇടിയുകയുണ്ടായി. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ഇടിവിൽ തന്നെയാണ്. ബ്രന്റ് 70.90 എന്ന നിലയിൽ 0.34% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $67.82 പെർ ബാരൽ എന്ന നിലയിൽ 0.64% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ ഇന്നലെ നമ്മൾ ലോവർ ലെവലിൽ നിന്നും ഒരു റിക്കവറി കണ്ടതാണ്. ഇന്ന് എത്തരത്തിലായിരിക്കുമെന്ന് നോക്കാം. ആദ്യം നിഫ്റ്റിയിലേക്ക്. 22,082 36 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 100 വീക്ക് EMAയ്ക്ക് താഴെയായിട്ടാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്നലത്തെ ഡേ ലോ എന്നത് 21,964 ആണ്. അവിടെ നിന്നും ഒരു നല്ല റിക്കവറിയാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. കൂടാതെ ഇന്നലെ ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു ഫോം ആയിട്ടുണ്ടായിരുന്നത്. 22,000 മുകളിലായി ക്ലോസ് ചെയ്യാനും സാധിച്ചു. ഇതൊക്കെ ചെറിയ പോസിറ്റിവിറ്റികൾ മാത്രമാണ്. എന്നാലും ഇപ്പോഴും ഒരു ബിയറിഷ് സെന്റിമെന്റ് തന്നെയാണ് നിഫ്റ്റിയിലുള്ളത്. അപ്സൈഡിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സോൺ 22,250 മുതൽ 22,300 വരെയുള്ള സോണാണ്. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ലെവലുള്ളത് 20 മന്ത് EMA ഉള്ളത് 22,345 ആ ലെവൽ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കേണ്ട ഒരു സപ്പോർട്ട് സോൺ 21,900 മുതൽ 21,800 വരെയുള്ള ഒരു സോണാണ്. നിഫ്റ്റി ഇപ്പോഴും ഒരു ഓവർ സോൾഡ് സിറ്റുവേഷനിൽ തന്നെയാണുള്ളത്. RSI ഇപ്പോൾ 22 കൂടാതെ ഇപ്പോഴത്തെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് ലോവർ ഹൈ ലോവർ ലോ ഫോർമേഷൻ ആണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 22,050 35% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പ് ആണ്. കോൾ സൈഡിൽ 77% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് ഉള്ളത്. 22,000 സ്ട്രൈക്കിൽ 31% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. 77% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് വീണ്ടും കോൾ സൈഡിൽ കാണാം. 22,100 സ്ട്രൈക്കിൽ 18% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. 82% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിൽ വീണ്ടും കാണുന്നത്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് ഇപ്പോഴും ശക്തി ആർജിച്ച് നിൽക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലും പുട്ട് സൈഡിലും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,500, അതിനുശേഷം 23,000 സ്ട്രൈക്ക്, അതിനുശേഷം 22,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 21,500,
അതിനുശേഷം 22,000 സ്ട്രൈക്ക്, അതിനുശേഷം 21,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,200 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,000 ബാങ്ക് നിഫ്റ്റിയിലേക്ക് 131 പോയിന്റ്സ് ഉയർന്ന് 48,245 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ലോവർ ടൈം ഫ്രെയിം, അതായത് 5 മിനിറ്റ് 15 മിനിറ്റ്സ് ഒക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ലോവർ ഹൈ ഫോർമേഷൻ ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ആവുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അത് ഇപ്പോഴത്തെ ഈ ഒരു മൊമെന്റത്തിൽ വന്ന ചേഞ്ച് ആയിട്ട് നമുക്ക് വരുന്ന സെഷനിലെ കൺഫർമേഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ടായി നമ്മൾ പറഞ്ഞിരുന്ന 48,041 അവിടെ നിന്നും ഒരു റിവേഴ്സൽ ബാങ്ക് നിഫ്റ്റിക്ക് ഇന്നലെ ലഭിച്ചു. കൂടാതെ ഒരു ഗ്രീൻ ക്യാൻഡിലുമാണ് ഫോം ആയിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ ആണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 50,000 അതിനുശേഷം 52,000 സ്ട്രൈക്കും അതിനുശേഷം 49,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 46,000 അതിനുശേഷം 48,000 സ്ട്രൈക്ക് അതിനുശേഷം 45,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000 ഇന്ത്യ വിക്സിലേക്ക് 13.83 0.49% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. എങ്കിലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.